സാമ്പത്തിക പ്രതിസന്ധിയും രോഗങ്ങളും ഉള്ളവരെയാണ് അവയവ കച്ചവട മാഫിയ പ്രധാനമായും ലക്ഷ്യമിടുന്നതെന്ന് പോലീസ്. അവയവദാനം നടത്തിയവർ മൊഴി നൽകാൻ തയ്യാറാവാത്തതാണ് അന്വേഷണം വഴിമുട്ടാൻ കാരണം. അടുത്ത ബന്ധുക്കളെ ഉൾപ്പെടെ സ്വാധീനിച്ചാണ് അവയവദാനത്തിന് ആളുകളെ എത്തിക്കുന്നതെന്നും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. കുടുംബത്തിൻ്റെയും വ്യക്തികളുടെയും പിന്നോക്കാവസ്ഥ ചൂഷണം ചെയ്താണ് പ്രധാനമായും അവയവദാന മാഫിയ പ്രവർത്തിക്കുന്നത്. ആദ്യഘട്ടത്തിൽ സഹായത്തിനെന്ന പേരിൽ അടുത്തുകൂടുന്നവർ പിന്നീട് പതുക്കെ പതുക്കെ അവയവദാനത്തിനായി പ്രേരിപ്പിക്കുകയാണ് പതിവെന്ന് ഇതു സംബന്ധിച്ച് അന്വേഷണം നടത്തിയ പോലീസ് തന്നെ വ്യക്തമാക്കുന്നു. 10 ലക്ഷം രൂപയാണ് സാധാരണഗതിയിൽ ദാതാവിന് ലഭിക്കുക. വീട്ടിലെ ദാരിദ്ര്യവും അവയവം വിൽക്കാൻ ആളുകളെ പ്രേരിപ്പിക്കുന്നുണ്ട്. കിഡ്നി കൊടുത്ത് 10 ലക്ഷം. എനിക്ക് ഇത്തിരി ബാധ്യതകൾ ഉണ്ടായിരുന്നു. തൂങ്ങിതേണ്ട അവസ്ഥ തന്നെയായിരുന്നു. മോളെ കല്യാണം അവിടെ 5 കൊല്ലം ട്യൂബ് ഇട്ടിട്ട് കിടന്നു. പിന്നെ എനിക്കാണെങ്കിൽ വലിയ തേമാനായിട്ട് 3 കൊല്ലമായിട്ട് പണിക്ക് പോകാൻ പറ്റണില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? മോളെ പേരിൽ ചുറ്റുവട്ടത്തുള്ള ആൾക്കാരുടെ പേരിലൊക്കെ ലോൺ എടുത്തിട്ടാണ് ഞാൻ മോളെ കല്യാണമൊക്കെ നടത്തിയത്. നിയമവിരുദ്ധ പ്രവൃത്തിയായതിനാൽ ദാതാക്കൾക്കെതിരെയും കേസെടുക്കും. അതുകൊണ്ട് തന്നെ ഇക്കാര്യം വെളിപ്പെടുത്താൻ ദാതാക്കളാരും തയ്യാറാവില്ല. മാത്രവുമല്ല, വൃക്കദാനത്തിലെ കർശന നിയന്ത്രണങ്ങൾ സുതാര്യമാക്കിയാൽ ഒരു പരിധിവരെ ഈ മേഖലയിലെ മാഫിയവൽക്കരണത്തിന് തടയിടാനാകുമെന്നാണ് പോലീസ് തന്നെ വ്യക്തമാക്കുന്നത്. റിപ്പോർട്ടർ, തൃശൂർ.